നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ക്ലൈമാക്സ് കഥയിലേക്ക് പോയാലോ? അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് അഖില മാധവമേനോന്റെ മരണത്തെ കുറിച്ചുള്ള അന്വേഷണം അതിഗംഭീരമായിട്ട് തന്നെ നടത്തുന്നുണ്ട്. പിന്നീട് അഖിലിന് ചില വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പ്രതാപന്റെ സംസാരത്തിൽ നിന്നായിരുന്നു അത് കിട്ടിയത്. കുറുപ്പിന് ഇതിനകത്ത് പങ്കുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ അവസാനമായിട്ട് മാധവമേനൻ സഞ്ചരിച്ച ആ കാറ് അത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് തന്നെ വിചാരിച്ചു. അതിനു വേണ്ടിയിട്ട് പൂർണ്ണിമയുടെ മുറി കയറി കാറിന്റെ കീ ഒക്കെ എടുത്തുകൊണ്ട് വന്ന് അഖില എന്ത് ചെയ്തു, കാറ് തുറക്കുകയാണ്. കാറ് തുറന്ന് അതിനകത്ത് കയറി അതിനകത്ത് ഡാഷ്ബോർഡിനകത്തൊക്കെ കയറി ഇങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് സേതു വരുന്നത്. സേതു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും കതവ് തുറന്നു കൊടുക്കുന്നു. ഇതാരെ കതവ് തുറന്നിട്ടെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ കാറിനകത്ത് വെട്ടം കണ്ടു. അപ്പോഴേക്ക് സേതുവിന് സംശയമായി. ആ സമയം പല്ലവിയും കൂടെ അങ്ങോട്ട് വന്നു. രണ്ടുപേരും കൂടെ നോക്കിക്കഴിഞ്ഞപ്പോൾ അകല് കാറിനകത്തൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന കാഴ്ചയെ കണ്ടേ. സേതുവും പല്ലവി ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഇവനിവിടെ കുഞ്ഞിനെ നോക്കാനെന്ന് പറഞ്ഞ് നിൽക്കുന്ന സ്വാതിയുടെ ഫ്രണ്ടാന്നും പറഞ്ഞ് വന്നവന് തന്റെ അച്ഛന്റെ കാർ എടുത്ത് തുറന്ന് പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ലോ. സേതുവിന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. സേതുവും പല്ലവിയും കൂടെ അങ്ങോട്ട് ചെന്നു. അപ്പോഴേക്കും അഖില് അതിനകത്തെ പരിശോധന എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങി വരുന്ന സമയത്താണ് സേതുവും പല്ലവിയും കൂടെ നിൽക്കുന്നുണ്ട്. ഒരു നിമിഷം അഖിലൊന്നും ഞെട്ടി. അഖില് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എല്ലാ സത്യങ്ങളും കണ്ടെത്തിയതിന് ശേഷം മതി ആരെങ്കിലും അറിയുന്നേ എന്നൊരു ചിന്തയായിരുന്നു അഖിലിന്റെ മനസ്സിൽ. അപ്പോഴേക്കും സേതു ചോദിച്ചു, എന്താടാ നിനക്ക് ഈ കാറിനകത്ത് എന്താ കാര്യം എന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ സേതുവേട്ടാ നീ എന്തിനാടാ ഈ കാറിനകത്ത് കയറി പരിശോധിച്ചെന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ ഞാൻ വെറുതെയോ? വെറുതെ ഒരിക്കലും നീ ചെയ്യില്ലെന്നറിയാം. നിനക്ക് കാറിന്റെ കീ എവിടെ നിന്ന് കിട്ടി? അത് സത്യം പറ, നീ ഇങ്ങോട്ടേക്ക് വന്നതിന്റെ ഉദ്ദേശം എന്താ? എനിക്ക് നിന്നെ നല്ല സംശയമുണ്ട്. നീ വെറുതെ വന്നല്ല എന്നുള്ള കാര്യം എനിക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായി. സത്യം പറഞ്ഞ നിനക്ക് കൊള്ളാന്ന് പറഞ്ഞു. പക്ഷെ എങ്കിൽ അഖില് സത്യം പറയാൻ കൂട്ടാക്കിയില്ല. സേതു വിട്ടില്ല. സേതു എന്ത് ചെയ്തു, അഖിലിനെ അടിക്കുവാണ്. അപ്പോഴേക്കും പല്ലവി ഇടയ്ക്കിലേക്ക് വേണ്ട സേതു കേട്ടാന്ന് പറഞ്ഞു. പിന്നെ ഇവനെ പോലുള്ള ഫ്രോഡിൽ നിന്നും വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഇവൻ എന്തൊക്കെയോ ഉദ്ദേശങ്ങളോടുകൂടി എവിടേക്ക് വന്നിരിക്കുന്നത്. ആദ്യം സാധ്യയെ കൈക്കലാക്കി ഒടുവില ഈ വീട്ടിൽ കയറിപ്പറ്റി. എന്താണ് നിന്റെ ഉദ്ദേശം? എനിക്കത് അറിഞ്ഞേ മതിയാവുള്ളൂ. നീ ആരുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ ചോദിച്ചിട്ട് വീണ്ടും അടിക്കുവാണ്. അപ്പോഴേക്കും അഖില് പറഞ്ഞു, ഇനി എന്നെ അടിക്കില്ലേ സേതു കേട്ടാ, ഞാൻ കാര്യം എന്താ വെച്ചാൽ പറയാന്ന് പറഞ്ഞു. പറയടാ, സത്യമേ എൻ്റെ അടുത്ത് പറയാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അഖില കാര്യം പറയണേ. അതെ, ഞാൻ അഖിലാണ്. എൻ്റെ പേര് അഖിൽ എന്ന് തന്നെയാണ്. പക്ഷേങ്കില് ഞാൻ ഈ വീട്ടിലേക്ക് വന്നതിന്റെ പിന്നിൽ അതിന് വ്യക്തമായൊരു ലക്ഷ്യം ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പല്ലി പറഞ്ഞു, നിങ്ങൾ വന്നതിന്റെ ലക്ഷ്യം എന്താ? അതാ ഞങ്ങൾക്ക് അറിയണ്ടേ. നിങ്ങൾ കുഞ്ഞിനെ നോക്കാനായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഒരു വ്യക്തമായ ലക്ഷ്യമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അഖില് പറഞ്ഞു, ഞാനൊരു പോലീസ് ഓഫീസറാണ്. മാധവ മേനോൻ സാറിന്റെ മരണം അന്വേഷിക്കുമെന്ന് ഓഫീസറാന്ന് പറഞ്ഞു. അത് കേട്ടപ്പം സേതുവും പല്ലവി ഒരു നിമിഷം ഞെട്ടിപ്പോയി. അച്ഛന്റെ മരണം അന്വേഷിക്കുമെന്നോ? അതെ. പിന്നീട് കാര്യങ്ങൾ പറയാണ്. SP സാറുമായിട്ട് മാധവ മേനോൻ ഉണ്ടായിരുന്ന കൂട്ടിനെ കുറിച്ചും പിന്നെ അദ്ദേഹത്തിന്റെ മരണശേഷം ഒരു അജ്ഞാത ഫോൺ സന്ദേശം എത്തിയിരുന്നു. കാരണം അദ്ദേഹം മരണപ്പെട്ടല്ല കൊല്ലപ്പെട്ടാന്നുള്ള കാര്യങ്ങളൊക്കെ, അദ്ദേഹത്തിന്റെ മരണ കാരണം കൊലപാതകമാണെന്നുള്ള കാര്യങ്ങളൊക്കെ അതറിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചു. ഒടുവിലാണ് ആ കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നത്. ഹരിനാരായണൻ എന്ന ഡോക്ടറുടെ ഭാര്യയാണ് ആ സന്ദേശം SP അയച്ചിട്ടുണ്ടായിരുന്നത്. ആ ഡോക്ടറെ ആരൊക്കെയോ ചേർന്ന് തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം മാധവമേനോന്റെ മരണം കൊലപാതകമാണ്. അത് ലോകത്തോട് ആ ഡോക്ടർ വിളിച്ചു പറയാമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അയാളെ തട്ടിക്കൊണ്ടുപോയത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുകയാണ്. അപ്പം അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഞാൻ, അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ അറിയാനുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം സേതുവും പല്ലവിയും അമ്പരപ്പോടെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴേക്കും സേതു പറഞ്ഞു, അച്ഛന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതാപനിൽ നിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അറിഞ്ഞ കാര്യങ്ങളൊക്കെ പറയണം. അപ്പോഴേക്കും അഖില് പറഞ്ഞു, ഇതിന്റെ പിന്നില് മറ്റു പലർക്കും ബന്ധമുണ്ട്. അത് പക്ഷെ പെട്ടെന്ന് അങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമില്ല. അതിനെനിക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി വേണമെന്ന് പറഞ്ഞു. ചിലപ്പോൾ ദിവസങ്ങളുടെ ആവശ്യം വേണ്ടി വരത്തില്ല. 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സത്യങ്ങൾ പുറത്തു വരുമെന്ന് പറഞ്ഞു. എനിക്കൊരു സമയം തന്നിട്ടുണ്ട്. അതിനുള്ളിൽ തന്നെ എനിക്ക് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം. മാധവ മേനോന്റെ കൊലയാളി എനിക്ക് അറസ്റ്റ് ചെയ്താൽ മതിയാവുള്ളൂ. അതുകൊണ്ട് സേതു എണ്ണും പല്ലവിയേച്ചി എന്നോട് സഹകരിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു, സോറി കേട്ടോ, എനിക്കറിയില്ലായിരുന്നു അഖില പോലീസ് ഓഫീസറാന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നേ സ്വാതിയുടെ പിന്നാലെ നടന്ന് അവളെ മയക്കെടുക്കാൻ നടക്കുന്ന ഏതോ ഒരു ചെറുപ്പക്കാരൻ. പിന്നെ എന്നോട് ഇതിനെക്കുറിച്ചൊക്കെ വന്ന് പറഞ്ഞത് കുറുപ്പമാനാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം അഖിൽ പറഞ്ഞു, ആരെയും കണ്ണടച്ച് വിശ്വസിക്കണ്ട. ഒരു പക്ഷേങ്കില് നമ്മളോടൊപ്പം ചേർന്ന് നിന്നിട്ട് നമ്മളെ ചതിക്കുന്നവരായിരിക്കും ചുറ്റുമുള്ളതെന്ന് പറഞ്ഞു. പല്ലവി പറഞ്ഞു,
കുറുപ്പമാൻ പാവ ഈ കുടുംബത്തിന് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അച്ഛൻ്റെ മരണശേഷം ടെക്സ്റ്റൈൽ ഷോപ്പും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് കുറുപ്പമാനായിരുന്നു പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം അഖില് പറഞ്ഞു, എനിക്ക് ഒരാളെ നല്ലതായിട്ടൊന്ന് ചോദ്യം ചെയ്യണം. ആ പ്രതാപനെ അവനെ കയ്യിലെടുത്ത് ചോദ്യം ചെയ്യണമെങ്കിൽ പല വിവരങ്ങളും കിട്ടിയെന്നിരിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സേതു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ, എന്തിനു വേദന ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ല കാര്യമെന്ന് പറഞ്ഞു. അങ്ങനെ സേതുവും പല്ലവിയും അഖിലും കൂടെ ഒന്നിക്കുകയാണ്. പിന്നീട് അഖിലിന് കുറെ വിവരങ്ങളും കൂടെ കിട്ടുന്നുണ്ട്. സേതുവും പല്ലവിയാണ് അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. ആ സമയം ഋതു എന്തിനും നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കാൻ തുടങ്ങിയായിരുന്നു. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ദ്രൻ ഒരു കുടുംബം എന്താ എന്നൊക്കെയുള്ള മനസ്സിലാകുന്നത്. കുടുംബം, കുട്ടി, ഇത്രയും നാളും പല്ലവിയായിരുന്നു മനസ്സിൽ. പല്ലവി തന്റെ ജീവിതത്തിലേക്ക് വരണം എന്നൊരു ചിന്തയോട് കൂടിയിട്ട് അവൻ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. തന്റെ കുഞ്ഞ്, തന്റെ ഭാര്യ ഋതു, ആ ഒരു ചിന്തയാണ്. ഋതുവിനും ഭയങ്കര സന്തോഷമായിരുന്നു ഇന്ദ്രന്റെയും മാറ്റത്തില്. അതിന് പ്രധാന പങ്കുവഹിച്ച ആള് സേതുവും പല്ലവിയായിരുന്നു. അവര് വേറെ ഡോക്ടറെ പോയി കണ്ട് മെഡിസിനും കാര്യങ്ങളൊക്കെ ഇന്ദ്രന് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതെന്താളും ബലവത്തായി. പോരാത്തതിന് കുഞ്ഞ് വന്നതിന് ശേഷമാണ് ഇന്ദ്രന് ആ മാറ്റം ഉണ്ടായത്. കുഞ്ഞിനെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം അവൻ മറ്റെല്ലാം മറന്നു. ഋതുവിന്റെ അസുഖം കൂടെ ഭേദമായി കഴിഞ്ഞപ്പം അവർ നല്ലൊരു കുടുംബജീവൻ നയിക്കാണ്ട് തുടങ്ങി. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെയും കൂടെ ഒതുങ്ങി. ഇനിയിപ്പോൾ ആകെപ്പാടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മാധവമേനോന്റെ മരണത്തിന് ഉത്തരവാദി അവരെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഒടുവിൽ അഖിലിന് ആ വിവരങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അഖില് പ്രതാപനെ ചോദ്യം ചെയ്യുന്നുണ്ട്. പ്രതാപനെ ആദ്യം ഒന്നും സമ്മതിച്ചില്ല. പക്ഷെ അഖില് കേട്ട കാര്യങ്ങളാണ് കുറുപ്പിനോട് സംസാരിക്കുന്നത്. കൂടിയ വിഷമുള്ള ഒരു ഗുളിക കൊടുത്തു. നെഞ്ചുവേദന വന്നു കഴിഞ്ഞപ്പോൾ ആ ഗുളിക കഴിച്ചതിന് ശേഷമാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. മരണം സംഭവിക്കുന്ന അങ്ങനെയൊക്കെയാണ്. ഡോക്ടർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. അപ്പൊ ഡോക്ടർ അത് പുറത്ത് പറയുന്നു പേടിച്ചിട്ടാണ് ഡോക്ടർ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പ്രതാപ് പറയുന്നുണ്ട്. ഇതെല്ലാം ഞാൻ കുറുപ്പേട്ടൻ പറഞ്ഞിട്ട് ചെയ്തതാണ്. ടെസ്റ്റ് ഷോപ്പ് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാ കുറുപ്പേട്ടൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തെന്നുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വരുവാണ്. സേതുവിനും പല്ലവിക്കും വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. ഇത്ര നാളും കൂടത്തിൽ നടന്ന് ഓരോന്ന് ചെയ്തിട്ട് സ്വന്തം കുടുംബം എന്ന് പറഞ്ഞ് കരുതിയിട്ട് അയാൾ ഇങ്ങനൊരു ചതി ചെയ്യുവോ. പക്ഷെ പ്രതാപൻ തറപ്പിച്ചു പറഞ്ഞു ഇതിനെല്ലാം പിന്നെ അയാളാന്നുള്ള കാര്യങ്ങളൊക്കെ. ഒടുവിൽ കുറുപ്പിന് മനസ്സിലായി താൻ പിടിക്കപ്പെടുമെന്നുള്ള. അങ്ങനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തനിക്കൊരു നിലക്കക്കളി ഇല്ലാതാവും. താൻ അകത്തു പോയി കിടക്കേണ്ടി വരും. മാധവമേനന്റെ മരണത്തിന് ഉത്തരവാദി താനാന്നുള്ള സത്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യും. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു, കുറുപ്പിന്റെ അടുത്തേക്ക് പ്രതാപനും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ ആ ഡോക്ടർ എവിടെയെന്നുള്ള കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. ഡോക്ടർ എവിടെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുക എന്നുള്ളത് അതൊക്കെ കുറുപ്പിനെ അറിയത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ അഖിലിനോട് പ്രതാപം പറഞ്ഞു. എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല, കിഡ്നാപ്പ് ചെയ്തെന്ന് മാത്രം അറിയാം. പക്ഷേങ്കിൽ കുറുപ്പെണ്ണ അറിയത്തുള്ളൂ ആ ഡോക്ടർ എവിടെ എന്താന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു. ഒടുവിൽ അങ്ങനെ പ്രതാപനം കൊണ്ട് കുറുപ്പിന്റെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെല്ലുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. കുറുപ്പിന് നിലക്കക്കള്ളി ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ കുറുപ്പ് ഒടുവിൽ ആത്മഹത്യ ചെയ്തു. ഒരാത്മഹത്യ കുറിപ്പ് എഴുതി വെച്ചിട്ട് ഡോക്ടർ ഹരിനാരായണൻ എവിടെയുണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു വിവരം കൊടുത്തിട്ട് ആത്മഹത്യ ചെയ്യുക ചെയ്തത്. അങ്ങനെ ഒടുവിൽ പ്രതാപൻ രണ്ടാം പ്രതി ആവുകയാണ്. ഹരിനാരായണനെ പോയി അവർ മോചിപ്പിക്കുന്നുണ്ട്. മോചിപ്പിച്ചതിന് ശേഷം ആണ് പൂർണിമയോട് കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്താ ഏതാ എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ പൂർണിമയോട് പറയുന്നുണ്ട്. ഇതിന്റെ എല്ലാം പിന്നിൽ കുറുപ്പായിരുന്നുള്ള കാര്യങ്ങൾ അതൊന്നും പൂർണിമയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. പൂർണിമ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഇങ്ങനെയൊരു ട്വിസ്റ്റ്. അവസാനമാണ് ഈ കാര്യങ്ങളൊക്കെ പറയണേ. ഇന്നപോലെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഈ ടെക്സ്റ്റൈൽ ഷോപ്പും കാര്യങ്ങളൊക്കെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് മാധവമേനനെ ഇല്ലാതാക്കിയതാന്ന്. കൂടപ്പുറപ്പിനെ സ്നേഹിച്ചിട്ട് അവസാനം ചതിച്ചെന്നറിഞ്ഞ ഇപ്പൊ സഹിക്കാൻ പറ്റുമോ? വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. കുറുപ്പ് എന്താളും ആത്മഹത്യ ചെയ്ത് നല്ലതായിപ്പോയി. അല്ലായിരുന്നെങ്കിൽ സേതു അയാളെ വെറുതെ വെച്ചേക്കില്ലായിരുന്നു. അയാളെ തീർത്ത് കളഞ്ഞനോ അത്രയ്ക്ക് പകയായിരുന്നു. ഒടുവിൽ ഗൂഢാലോചന കേസിൽ പ്രതാപനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സേതുവും പല്ലവി ഒരു കാര്യം തീരുമാനിച്ചു. ഇനി ആ വീട്ടിൽ നിൽക്കണ്ട, അവിടെ നിന്ന് ഇറങ്ങാൻ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ പൊന്നുംപടം വിട്ട് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് പൂർണിമ പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷെ സേതു പറഞ്ഞു ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, എന്താണെങ്കിലും എപ്പോഴാണെങ്കിലും ഞങ്ങൾ ഇറങ്ങേണ്ടവരാ. പക്ഷെ അത് പൂർണിമയ്ക്ക് വല്ലാത്തൊരു ഷോക്കായിപ്പോയി. കാരണം സേതുവിന്റെ അച്ഛൻ സമ്പാദിച്ചാണ് ഇതെല്ലാം. അപ്പൊ സേതുവിന് അവകാശപ്പെട്ടതാണ്. ഒടുവിൽ അവരങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും പൂർണിമ ബോധം കിട്ടി വീഴുന്നുണ്ട്. പൂർണിമയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമുള്ള കാഴ്ചകളായിരുന്നു. ഒടുവിൽ ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു അതെ ഇനി ഇവർക്കൊരു ഷോക്ക് താക്കാനായിട്ട് സാധിക്കില്ല. ഇതിപ്പോ രണ്ടാം തവണയാണ് ഇവർക്ക് ഇങ്ങനെ അറ്റാക്ക് ഉണ്ടാകുന്നത്. ഇനി ഇവരുടെ മനസ്സിനെ വേദനിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ അച്ചുവും ഋതു എല്ലാവരും കൂടെ പറഞ്ഞ് സേതുവിനെയും പല്ലവിയും കൂടെ അവിടെ പിടിച്ചു നിർത്തുവാണ്. അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാകുന്നുണ്ട്. ഈ സമയം സ്വാതിയുടെ മനസ്സിൽ അകല് കയറി കൂടിയിട്ടുണ്ടായിരുന്നു. അഖിലിന് സ്വാതിയോട് ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അഖില് സ്വാതിയും കൂടെ അവസാനം ഒന്നിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളോട് കൂടിയിട്ടാണ് കഥകൾ അവസാനിക്കാൻ പോകുന്നത്.
ശത്രുക്കൾക്കൊക്കെ ഇടിവെട്ടി ശിക്ഷ കിട്ടി. പ്രതാപൻ ജയിലിലേക്കും പോയി. കുറുപ്പ് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. മാധവന്റെ കൊലയാളിയെ പുറത്തു കൊണ്ടുവരികയും ചെയ്തു. പിന്നെ ഇനിയിപ്പോൾ അയാള് എന്തൊക്കെ കാട്ടിക്കൂട്ടി ടെക്സ്റ്റൈൽ ഷോപ്പ് സ്വന്തമാക്കാനുള്ള കാര്യങ്ങളൊക്കെ അയാളുടെ ആത്മഹത്യക്കുറിപ്പിലുണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.